10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ പ്രഭാഷണം, ഉപന്യാസം, കഥാപാത്ര നിരൂപണം എങ്ങനെ എഴുതണം എന്തൊക്കെയൊക്കെ നമ്മൾ ഓരോരോ വീഡിയോയിൽ കണ്ടു. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് 40 മാർക്കിൻ്റെ ചോദ്യം എങ്ങനെയാണ് നമുക്ക് സമയബന്ധിതമായി തീർക്കാൻ സാധിക്കുക. 1.5 മണിക്കൂറാണ് നമ്മുടെ സമയം അല്ലേ? ഈ 1.5 മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് നമുക്ക് 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതി തീർക്കാൻ കഴിയുക, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും വരിക, അതിന് എങ്ങനെയായിരിക്കും മാർക്ക് ഉണ്ടാവുക, ആ മാർക്കിനനുസൃതമായി നമ്മൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഉത്തരം എഴുതുക, ഇതൊക്കെ വെച്ച് ഒരു കൃത്യമായൊരു കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. ഓക്കെ ആണോ മക്കളെ? ഈ വീഡിയോയ്ക്ക് നിങ്ങൾ നല്ല സപ്പോർട്ട് തരണം. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും എന്താവട്ടെ, കൃത്യതയോടുകൂടി എഴുതാനും A+ വാങ്ങാനും അവർക്ക് സാധിക്കട്ടെ. നോക്കാം നമുക്ക്. നോക്കൂ നിങ്ങൾ, ചോദ്യക്രമം, ആകെ ചോദ്യങ്ങൾ, എഴുതേണ്ടവ, വിഭാഗം, ചോദ്യരീതി, സ്കോർ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. 4 മാർക്കിൻ്റെ ആകെ ചോദ്യങ്ങൾ 4 എണ്ണമാണ് ഉണ്ടാവുക. എഴുതേണ്ടതും 4 എണ്ണമാണ്. 4 എണ്ണത്തിൽ 4 എണ്ണം എഴുതണം. ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക അല്ലേ? MCQ പദങ്ങളുടെ അർത്ഥം കണ്ടെത്തുക, കാര്യകാരണ ബന്ധം വിശകലനം ചെയ്യുക, വരികളുടെ പൊരുൾ കണ്ടെത്തുക, മിതമായ പദപ്രയോഗം കണ്ടെത്തുക, ശരിയായ പദപ്രയോഗം കണ്ടെത്തുക എന്നിവയാണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. അത് പദം പിരിക്കാനായിരിക്കാം, വിഗ്രഹിക്കാനായിരിക്കാം, അതല്ലെങ്കിൽ ശരി ഉത്തരം തിരഞ്ഞെടുത്താൻ ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുക്കാനായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള 4 ചോദ്യം ഉണ്ടാകും. ചിലപ്പോൾ ശരിയായ പദം തിരഞ്ഞെടുക്കാൻ, അതായത് വിഗ്രഹിച്ച് 3 എണ്ണം തെറ്റും 1 ശരിയും തന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ശരിയായി തിരഞ്ഞെടുക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ഉണ്ടാവുക. 4 അതിൻ്റെ സ്കോർ. അങ്ങനെ വരുമ്പോൾ നമ്മൾ 6 മിനിറ്റോ 7 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ മുഴുവൻ ചെയ്തിരിക്കണം. മാക്സിമം ഒരു ചോദ്യത്തിന് 1 മിനിറ്റാണ്. 1 മിനിറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 4 മിനിറ്റ്, മാക്സിമം 6 മിനിറ്റ് നിങ്ങൾ എടുക്കുക. 4 ചോദ്യം. പിന്നെ നമുക്കുള്ള 5 മുതൽ 7 വരെ ചോദ്യങ്ങൾ 4 എണ്ണം ഉണ്ടാകും. 3 എണ്ണമാണോ എഴുതാൻ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും രണ്ടാമത്തെ ഭാഗത്ത് അല്ലേ? ഹ്രസ്വ ഉത്തരങ്ങൾ തന്നിരിക്കുന്ന വരികളുടെ സവിശേഷതകൾ കണ്ടെത്തുക, സാമൂഹിക വിമർശനം വ്യക്തമാക്കുക, പ്രയോഗങ്ങളുടെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുക. 3ഓ 4ഓ വാക്യത്തിലാണ് എഴുതേണ്ടത്. 9 മാർക്കാണ്. 3 ചോദ്യത്തിന് 9 മാർക്കാണ് തരുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ 3 മാർക്കിൻ്റെ ചോദ്യത്തിന് നമ്മൾ എത്ര മിനിറ്റ് പ്രയോഗിക്കണം, എത്ര മിനിറ്റ് നമ്മൾ എടുക്കേണ്ടി വരും? 3 മിനിറ്റ് തന്നെ നിങ്ങൾ എടുത്തോളൂ. 3 ചോദ്യത്തിന് 9 മിനിറ്റ് അല്ലേ? അപ്പം നമുക്ക് കിട്ടും എന്താണ്? നേരത്തെ നമ്മൾ കണ്ടു 6 + 9 അല്ലേ? 6 മിനിറ്റ്. 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് 6 മിനിറ്റ് വേണ്ട കേട്ടോ, മാക്സിമമാണ് ഞാൻ പറഞ്ഞത് അല്ലേ? 3 മിനിറ്റ് വീതം നിങ്ങൾ 3 വാക്യത്തിലെടുക്കുക. 9 ഞാൻ ഒരു കണക്ക് പറയുന്നതേ 9. ഇനി 20 ലഘുപന്യാസം അല്ലേ? 5ാമത്തെ 8 മുതൽ 11 വരെയുള്ള ഓപ്ഷനാണ് എന്തുള്ളത്? 5 ചോദ്യം. ലഘുപന്യാസം, സിനിമ, സാമൂഹ്യ മനോഭാവം, കുറിപ്പുകൾ തയ്യാറാക്കുക. ഓരോ ചോദ്യത്തിലും ആന്തരിക ഓപ്ഷനുകൾ അല്ലെങ്കിൽ ഉണ്ടാകും. അരപ്പുറത്തിൽ കവിയരുത്. ഇതാണ് നിങ്ങളുടെ ആ 5 മാർക്കിൻ്റെ ചോദ്യം. 5 മാർക്കിൻ്റെ 20 എണ്ണം, 4 എണ്ണം ഉണ്ടാവും അല്ലേ? 10 മിനിറ്റ് സമയം നിങ്ങളെടുക്കൂ. എത്ര മിനിറ്റായി? 10 മിനിറ്റ് എടുത്താൽ 4 എത്ര? 40 മിനിറ്റ് അതുമായി. ഇനി നമുക്കുള്ളത് 7 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇത് നോക്കും. 6ഉം 9ഉം എത്രയാണ്? 15. 15ഉം 40ഉം 10 55 മിനിറ്റ് അല്ലേ? ഇങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 ചോദ്യം, 7 മാർക്കിൻ്റെ ചോദ്യത്തിന് മാക്സിമം 15 മിനിറ്റ് നിങ്ങളെടുത്തോ. 15 മിനിറ്റ് നിങ്ങളെടുത്തോ. എങ്ങനെ വന്നാലും എന്തായി? 15 മിനിറ്റ് നിങ്ങൾ എടുത്തു എന്ന് കരുതുക. വരാൻ സാധ്യതയുള്ള വിപുലമായ ഉത്തരം പ്രഭാഷണം തയ്യാറാക്കുക, അല്ലെങ്കിൽ കവിതാ ആസ്വാദനം തയ്യാറാക്കുക. ആശയവും ആസ്വാദനങ്ങളും പരിഗണിച്ച് ഒരു പുറത്തിൽ കവിയാതെ എഴുതണം. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമുക്കറിയാം ഒരു പുറത്തിൽ കവിയാതെ എഴുതണം. നിങ്ങൾ എങ്ങനെ എഴുതി വന്നാലും 1.25 പുറമാവും. അപ്പോൾ ഈ 15 കൂടെ എടുത്തു കഴിഞ്ഞാൽ 15ഉം 6ഉം 9ഉം 15 15 5 30 30ഉം 40 1 മണിക്കൂറും 10 മിനിറ്റും. ഇവിടെ നിങ്ങൾക്ക് 10 മിനിറ്റിൽ 5 മിനിറ്റ് ഇവിടെ കൊടുക്കാം. 6 മിനിറ്റ് എന്നുള്ളത് 11 മിനിറ്റ് എടുക്കാം. 11 മിനിറ്റ് എടുക്കാം. 9 എന്നുള്ളത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം? 5 മിനിറ്റിന് ഇങ്ങോട്ടേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് 9 5 14 മിനിറ്റ് അവിടെ കിട്ടുന്നു.
ശേഷമുള്ള സമയം എങ്ങനെ നിങ്ങൾ എടുത്താലും ഒരു 10 മിനിറ്റിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് എന്തിനുണ്ടാകും? നിങ്ങൾ എഴുതിയ ചോദ്യങ്ങൾ വായിക്കാനും എഴുതിയ ഉത്തരങ്ങൾ വായിക്കാനും അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നൊക്കെ പരിഗണിക്കാനൊക്കെ ഒരു അവസാനവട്ട വായനയ്ക്ക് എങ്ങനെയാണെങ്കിലും സമയം കിട്ടും. ഈ സമയത്തിനൊക്കെ നിങ്ങൾ 1, 2, 3 മിനിറ്റ് അധികം എടുത്താലും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു 5 മിനിറ്റെങ്കിലും എഴുതി കഴിഞ്ഞ് സമയം കിട്ടും. ഈ സമയക്രമം പാലിച്ച് തന്നെ പോവുക. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ഈ ഓപ്ഷൻ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകൾ പലപ്പോഴും നമുക്ക് ഏതാണ് ശരി ഉത്തരം എന്ന് തിരയാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത് കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ പേപ്പർ കിട്ടുമ്പോഴാണ്. പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൂൾ ഓഫ് ടൈം ഉപന്യാസം 5 മാർക്കിൻ്റെ ചോദ്യത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതിൽ ഏതൊക്കെ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ 1 വേർഡിനും കൂടെ സാധ്യത കണ്ടെത്തിയ 1 വേർഡ് ഇന്നതാണ് ഉത്തരമെന്ന് കൂൾ ഓഫ് ടൈമിൽ തന്നെ മനസ്സിൽ കരുതി വെക്കുക. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് കടക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റിൽ വേണം എൻ്റെ കുഞ്ഞുമക്കൾ പരീക്ഷ എഴുതാൻ. ഓക്കെ ആണോ മക്കളെ?